ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം യുദ്ധം. ഹലോ ഹലോ, ദേവരാജൻ മാഷില്ലേ? ഉണ്ടല്ലോ. ലത ടീച്ചറല്ലേ? അതെ. ടീച്ചറെ എന്നെ മനസ്സിലായോ? എനിക്കങ്ങടെ എന്റെ പേര് ജയചന്ദ്രൻ. ജയചന്ദ്രൻ മേലെടുത്തെന്ന് പറഞ്ഞു. ദാ ഞങ്ങളിപ്പോ TV ഫ്ലാഷ് കണ്ടേ ഉള്ളൂ. മാഷ് എന്താ കിടക്കുവാണോ? ഏയ് അല്ല, ദാ വിളിക്കാം. ദാ ഇങ്ങോട്ടൊന്ന് വന്നേ. ജയചന്ദ്രൻ മേലെടുത്ത്. ഹലോ ഹലോ മാഷെ, ജയചന്ദ്രൻ. നിയുക്ത മന്ത്രി ജയചന്ദ്രൻ മേലെടുത്ത് എന്ത് പറയുന്നു? എപ്പോഴാ സത്യപ്രതിജ്ഞ? നാളെ രാവിലെ മാഷെ. മൊത്തം റീഷഫിളിംഗ് ഉണ്ടെന്നും തനിക്ക് മേജർ വകുപ്പാണെന്നുമാണല്ലോ കേട്ടത്. ഓ, അതൊക്കെ പത്രക്കാരും ചാനലുകാരും കൂടെ ഉണ്ടാക്കി വിടുന്ന ന്യൂസ് അല്ലേ മാഷെ? എന്തായാലും മാഷിന്റെ അനുഗ്രഹം വേണം, അതിനായിട്ടാ വിളിച്ചത്. ഓ, എന്താ അനുഗ്രഹം, അതിലൊന്നും ഒരു കാര്യമില്ല. എന്നാലും അങ്ങനെ അല്ലല്ലോ, മാഷിനെ പോലുള്ളവരുടെ വാക്ക് ഒരു ബലമാ മാഷെ. ശരി, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമയം ഞാൻ കളയുന്നില്ല. ധൈര്യമായിപ്പോയി സത്യപ്രതിജ്ഞ ചെയ്യാം, മിടുക്കനായിട്ട് ഭരിക്കുക. വേറെ എന്താ ഞാൻ പറയണ്ടേ? ഒന്നും വേണ്ട മാഷെ, ഇത് തന്നെ ധാരാളം. പിന്നെ ജനവാർത്തയൊക്കെ കുഴപ്പമില്ലാതെ പോണുണ്ടല്ലോ. ഓ, അത് അതിന്റെ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. കുറച്ച് കോപ്പി അടിക്കും, കുറച്ച് പേര് വായിക്കും. ഞാൻ വിടാതെ നോക്കാറുണ്ട് മാഷെ. സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കിട്ടും ശരിക്കും കൊട്ടുന്നുണ്ടല്ലോ. ന്യൂ മീഡിയയുടെ ഈ കാലത്തും മാഷിന്റെ പേനെ എല്ലാവർക്കും പേടി. ഞാൻ ശനിയാഴ്ച വരുന്നുണ്ട് മാഷെ. പുന്നക്കാട്ടൊരു സ്വീകരണം വച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഫ്രീ ആകാൻ പറ്റിയ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. എന്നാ ശരി മാഷെ. ഓക്കെ. അങ്ങനെ ഒടുവിൽ ജയചന്ദ്രനും മന്ത്രിയായി. എന്തായാലും പ്രധാന വകുപ്പ് തന്നെ കിട്ടിയല്ലോ. ആള് മിടുക്കുക തന്നെ. അതെ അതെ, പഠിക്കുന്ന കാലത്ത് മിടുക്ക് വെച്ച് നോക്കുമ്പോ മന്ത്രിയാകാൻ ഇത്തിരി വൈകിയൊന്നാ എന്റെ സംശയം. എന്തായാലും നന്നായി വരട്ടെ. നന്നായി തന്നെ വരട്ടെ. എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഹലോ ഗൗരിരാജ്, ഒന്ന് നിന്നേ. വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക്. അച്ഛന്റെ ശിഷ്യൻ മന്ത്രിയായതിന്റെ ചെലവൊന്നുമില്ലേ? അത് അച്ഛനോട് ചോദിച്ചോ, കിട്ടിക്കോളും. അല്ല, മന്ത്രി ഏതാണ്ടൊക്കെ ചെയ്യാൻ പോവാണെന്ന് കേട്ടല്ലോ. ചെയ്യട്ടെ, ഇതുപോലെ ചുമ്മാതെ ചുറ്റി തിരിഞ്ഞു നടക്കുന്നതിനേക്കാളും ഭേദല്ലേ. അയ്യോ മാഡം, തൊഴിലില്ലാത്ത യുവാക്കളെ ഇങ്ങനെ പൊറ്റിക്കരുത്. ഞങ്ങളെ പോലുള്ള പ്രജകളില്ലെങ്കിൽ മന്ത്രിമാർക്ക് ഭരിക്കാൻ ആള് വേണ്ടേ? ഉവ്വേ, സമയം പോയി. ഇന്നിത്തിരി അർജന്റ് വർക്കുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാ വേഗം പറഞ്ഞോ. റിസർച്ച് എന്നും പറഞ്ഞ് ചുമ്മാ അവിടെ ഇരുന്ന് നെറ്റ് നോക്കലും പരദൂഷണവും അല്ലേ പണി. പിന്നെ എനിക്ക് കോൺഫിഡൻഷ്യൽ ആയ കുറച്ച് കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് പ്രിന്റ് ഔട്ട് എടുത്ത് തരണം. പറ്റില്ല, ബുദ്ധിമുട്ടാ. പ്ലീസ്, ഇത്തിരി പൊതുക്കാരിയാ മാഡം. എന്തു പൊതുക്കാര്യം? വികസന പ്രശ്നം. പൗരവേദിയുടെ മൂവർ സംഘമിട്ട ഉത്തരവാ, രക്ഷിക്കണം. നോക്കട്ടെ, കോൺഫിഡൻഷ്യൽ അല്ലേ, ചെലവ് വരും. അതെല്ലാം എഴുതിയിട്ടോന്നേ, ഒറ്റ നയാ പൈസ വിടരുത്. കല്യാണ സമയത്ത് സ്ത്രീധനത്തിന്ന് അന്ന് കുറച്ച് തന്നാ മതി. അയ്യ, നാണില്ലാത്തൊരു പുത്തിജീവികള്. പണ്ട് നിരന്ന് നിന്ന് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എടുത്തത് മറന്നോ? അത് പണ്ട് വിവരമില്ലാത്ത പ്രായത്തിൽ എടുത്ത് ഒരു വെറും പ്രതിജ്ഞയല്ലേ മാഡം. ജീവിച്ചു പോണ്ടേ? എടുത്ത പ്രതിജ്ഞയല്ല എല്ലാരും പാലിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം ഇന്ന് എങ്ങനെ ഇരുന്നേനെ? മതി മതി, സമയം പോയി. വേണമെങ്കിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഇറക്കി വിടാം, വേഗം കയറി. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, മറുപടി പ്രസംഗം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ജയചന്ദ്രൻ മേലേടത്തിനെ ക്ഷണിക്കുന്നു. നാടിന്റെ യോമന സ്വത്താണ് ജയചന്ദ്രൻ, നമ്മുടെ മുത്താണ്. പ്രിയപ്പെട്ടവരെ, സിന്ദാബാദ് സിന്ദാബാദ്. ജയചന്ദ്രൻ മേലെടുത്ത് സിന്ദാബാദ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്നേഹ പ്രകടനത്തിന് മുൻപിൽ മറുപടി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. സ്വാഗത പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് ശ്രീ പുന്നക്കാടൻ പറഞ്ഞതുപോലെ, എന്നെ പോലുള്ളവർക്ക് ഒരു നിമിഷം ഒന്നിരിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ പ്രിയപ്പെട്ട നിങ്ങളെല്ലാം ചേർന്ന് ഒരുക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഈ സ്വീകരണത്തിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് നാവ് പൊന്തിയില്ല. നിങ്ങളില്ലാതെ ഞാനില്ല എന്നതാണ് സത്യം.
നിങ്ങളുടെ ഈ സ്നേഹത്തിന് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എങ്കിലും ഒരു പൊതുജനസേവകൻ എന്ന നിലയിൽ നമ്മുടെ നാടിന് എന്നെ കൊണ്ടാവുന്ന ഒരു എളിയ സംഭാവന നൽകാൻ എന്നെ അനുവദിക്കണം. നിങ്ങളുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സമ്മാനത്തിന്റെ എല്ലാ വിശദാംശങ്ങളും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ക്യാബിനറ്റിൽ വിശദമായി ചർച്ച ചെയ്ത് ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകാനുണ്ട്. എന്നാലും ഞാനൊരു സൂചന തരാം. നീണ്ടാറ്റിൻകരയിലെ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന സർക്കാർ വക സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു നൂതന വികസന പദ്ധതി കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. ഏതാണ്ട് 3000 പേർക്ക് നേരിട്ടും 25,000 പേർക്ക് അല്ലാതെയും തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു മെഗാ പ്രോജക്റ്റ് ആയിരിക്കും ഇത്. ഇതിന്റെ മുഴുവൻ ചെലവും സർക്കാരിന് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് സന്മനസ്സുള്ള പ്രവാസി വ്യവസായികളുടെ നിക്ഷേപം ഇതിനായി സ്വീകരിക്കുന്ന കാര്യവും ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നീണ്ടാറ്റിൻകരയിൽ പ്രവാസി നിക്ഷേപത്തോടുകൂടി പുതിയ മെഗാ പ്രോജക്ട്. വാർത്തകൾ വിശദമായി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വൈകിട്ട് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തീരാറായല്ലോ. നീണ്ടാറ്റിൻകരയിൽ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന 800 ഏക്കറും പരിസരത്ത് നിന്ന് ഏറ്റെടുക്കുന്ന 400 ഏക്കറും ചേർത്ത് 1200 ഏക്കർ സ്ഥലത്തായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഗ്ലോബൽ ടൂറിസ്റ്റ് പാർക്ക് എന്ന് പേരിട്ടിട്ടുള്ള ഈ സംരംഭത്തിലൂടെ 3000 പേർക്ക് നേരിട്ടും 25,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്ദേശം 2000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പ്രവാസി വ്യവസായികളുടെ നിക്ഷേപത്തോടെയായിരിക്കും പൂർത്തിയാക്കുക എന്നും മന്ത്രി അറിയിച്ചു. ഇത് പ്രത്യേക സാമ്പത്തിക മേഖലയായും പ്രഖ്യാപിക്കും. പദ്ധതി പ്രദേശത്തുനിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്നവരുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പാക്കേജ് പരിഗണനയിലുണ്ടെന്ന് മാധ്യമപ്രവർത്തകരുടെ മന്ത്രി അറിയിച്ചു. ഗ്രാൻഡ്, ഞാൻ അന്നേരെ വിചാരിച്ചതാ പുതിയ മന്ത്രി കേറിയൊരു കലക്കുന്നു. എല്ലാം ജയചന്ദ്രന്റെ ഐഡിയ ആയിരിക്കും അല്ലേ? സംശയം എന്താ? നേതൃവകുപ്പിന്റെ മന്ത്രിയായിട്ട് സ്വന്തം മണ്ഡലത്തിൽ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ മോശമാവില്ലേ? എന്താ ഏത് വാർത്ത കേട്ടാലും അച്ഛനും മോക്ക് ഒരു പരിഹാസം. പുതിയ മന്ത്രി നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, അതും ആർക്കും വേണ്ടാതെ കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത്. നല്ലൊരു കാര്യല്ലേ അത്? അതിന് മോശം ആര് പറഞ്ഞു? വികസനം വേണം, അതിന് പദ്ധതികൾ വേണം, പരമാവധി ആളുകൾക്ക് തൊഴിൽ കിട്ടണം. അതിലാർക്കാ സംശയം? പിന്നിപ്പൊ എന്താ പ്രശ്നം? പെട്ടെന്ന് സ്വീകരണ യോഗത്തിൽ വെച്ച് നാടകീയമായൊരു പ്രസ്താവന, പിറകെ കുറെ ചാനലുകൾ വഴി ഓരോരോ എപ്പിസോഡുകൾ. എന്തോ ഒരു നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അംഗീകരിക്കണം. മണ്ഡലത്തിന്റെ വികസനമാണെങ്കിൽ അവിടെ അടിയന്തര ശ്രദ്ധ വേണ്ട വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കൂലേ? ആ പുന്നക്കാട് പാറമല ഭാഗത്ത് ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ എത്ര ഉണ്ടെന്നറിയോ? എല്ലാത്തിനും ഒരു പ്രയോറിറ്റീസ് വേണമല്ലോ. അല്ല, ഒരു സംശയം. പണ്ട് അവിടെ തുടങ്ങാനിരുന്ന ആ ഇൻഡിജിനസ് ഇൻഡസ്ട്രിയൽ വില്ലേജ് എന്ന് പറയുന്ന സംഭവം എവിടെ പോയി? അതീന്നൊക്കെ ആർക്കെന്ത് തടയാനാ? ആ ഐഡിയ കൊണ്ടുവന്ന PR-നെ തന്നെ ഇവർ വെട്ടി ഒതുക്കി മൂലക്ക് ഇരുത്തിയില്ലേ? എന്തായാലും ശിഷ്യൻ ഒരു കലക്ക് കലക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കാന്നാ തോന്നണം. കലക്കട്ടെ, കലങ്ങിയാലല്ലേ തെളിയൂ. നോക്കാം എന്തൊക്കെ തെളിഞ്ഞു വരാനിരിക്കുന്നു. ആഹാ, മൂവർ സംഘം ഉണ്ടല്ലോ. നമസ്കാരം ടീച്ചറെ. അല്ല, ഈ രവിചന്ദ്രൻ എങ്ങനെ മെലിഞ്ഞു വരുന്നേ? കാറ്റടിച്ചപ്പോ പറന്നു പോവല്ലോ. ആഹാരമൊന്നുമില്ലേ? അത് ഈ ബുദ്ധിജീവികളുടെ പ്രശ്നം ടീച്ചറെ, തലയെ വർക്ക് ചെയ്യും. അതേസമയം സതീശൻ ഓരോ ദിവസവും വീർത്ത് വരും. അവൻ ശരീരജീവിയാ, ബുദ്ധിയില്ല. എന്നെ നോക്കി ടീച്ചറെ, എനിക്ക് 2 ഉള്ളതുകൊണ്ട് ഒരു മാറ്റമില്ല. അതൊന്നും പറയാതിരിക്കുക ഭേദം. ആ മാഷ എവിടെ ടീച്ചറെ? ഞാൻ വിളിക്കാം, നിങ്ങളിരിക്കും. ഇതാടോ ഉച്ചതിരിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ എത്രയായി? കുറച്ച് കടലാസ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കോംപ്ലിക്കേറ്റഡാ. പക്ഷേ വ്യക്തമായിട്ടും 4-5 പ്രശ്നമുണ്ട്. 1, ഇത്രയും സാമ്പത്തിക ഇടപാട്. 2, ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ലംഘനം. പിന്നെ കുടിയിറക്കിന്റെ പ്രശ്നം. പിന്നെ പരിസ്ഥിതി, പ്രത്യേക സാമ്പത്തിക മേഖല. തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമത്തിന്റെയും ഭൂപരിധി നിയമത്തിന്റെയും ക്ലിയർ വയലേഷൻ. ഇത് കൊടുക്കാൻ പോകുന്ന നന്ദിയ ഗ്രൂപ്പിനാ. അതാരുടെയാണെന്ന് മാഷൻ അറിഞ്ഞൂടെ? മറ്റേ KRG. അതെ, അവരുടെ സൗത്ത് ഇന്ത്യയിലെ ഇടപാട് മുഴുവൻ നോക്കി നടത്തുന്നത് ആരാന്നറിയോ? ആന്റണി ജോർജ്. അയാളും മന്ത്രി ജയചന്ദ്രൻ മേലെടുത്തും തമ്മിലുള്ള ബന്ധം മാഷിനറിയോ? ജയചന്ദ്രനെ കുറിച്ച് എന്ത് പറഞ്ഞാലും മാഷ് വിശ്വസിക്കില്ല രവിയേട്ടാ. അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ആരുടെ പേരിൽ ആരോപണം വരാത്തത്? പ്രൂഫ് വേണ്ടേ രവി? പ്രൂഫ് എല്ലാം എന്താ ഇവിടെ ഉണ്ട് മാഷേ, കെട്ടായിട്ട്.
മാഷെ, നന്ദിയ ഗ്രൂപ്പിന്റെ ആനുവൽ ടേൺ ഓവർ എത്ര വരുന്നറിയോ? ഡോളർ കണക്കി കുറെ ബില്യൺസ് വരുമായിരിക്കും. ഞാൻ ഇതൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് നടക്കുമല്ലോ. എല്ലാ വർഷവും പ്രവാസി കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അയാളുടെ പേര് മോളിൽ തന്നെ കാണും. അതെനിക്കറിയാം. അതറിയാലോ, ഭാഗ്യം. ഈ ആന്റണി ജോർജും ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം മാഷിനറിയില്ലേ? അവർ രണ്ടുപേരും ഒരേ സമയത്ത് കോളേജ് ഉണ്ടായിരുന്നു. ജയചന്ദ്രന്റെ അളിയൻ രഘുവിനും നന്ദിയുടെ നമ്പ്യാർക്കും തമ്മിൽ ഇന്ത്യക്കകത്തും പുറത്തും പങ്കുവെച്ചോണ്ടെന്ന് മാഷിനറിയാവോ? ഉണ്ടാവാം. ജയചന്ദ്രന്റെ ഭാര്യയുടെ അനുജത്തിക്ക് എവിടൊക്കെ ഷെയർ ഉണ്ടെന്ന് മാഷിനറിയാമോ? ഇല്ല. ഡിവൈഎസ്പി സുദേവന്റെ ഭാര്യയുടെ ബിസിനസ് ബന്ധങ്ങൾ മാഷിനറിയോ? ഡീറ്റെയിൽസ് അറിയില്ല. അയാളുടെ മുകളിലുള്ള ഒരു IPS കാരന്റെയും ഒരു IAS കാരന്റെയും ബിനാമി ഇടപാടുകൾ നോക്കി നടത്തുന്നത് സുദേവനാണെന്നുള്ള കാര്യം അറിയായിരിക്കല്ലോ. അത് കുറച്ചൊക്കെ നമ്മൾ ജനവാർത്ത പണ്ടടിച്ചതല്ലേ. പണക്കാർക്കും വൻകിട ഉദ്യോഗസ്ഥർക്കും മാത്രം പ്രവേശനമുള്ള ഏതൊക്കെ എക്സ്ക്ലൂസീവ് ക്ലബ്ബുകളിൽ ജയചന്ദ്രന് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് മാഷിനറിയോ? കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ജയചന്ദ്രനും ആന്റണിയും സുദേവനും കൂടി എത്ര വിദേശയാത്ര നടത്തിയെന്നറിയോ? നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് മാഷെ. അതെങ്കിലും മാഷൊന്ന് സമ്മതിച്ചു തന്നാ മതി. നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ ചുരുക്കം വേറൊന്നുമില്ല. മന്ത്രി ജയചന്ദ്രൻ മേലയിടത്ത് നീണ്ടാറ്റിൻകര ഗ്ലോബൽ ടൂറിസ്റ്റ് പാർക്ക് എന്ന പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രോജക്ട് ശുദ്ധ തട്ടിപ്പല്ലാതെ ഒന്നുമല്ല. നിക്ഷേപമെന്നും വികസനമെന്നും പറഞ്ഞ് ലോക്കൽ ആളുകളുടെ കയ്യടി വാങ്ങിക്കുക. എന്നിട്ട് ആ പേരിൽ കുറെ സ്വകാര്യ ഭൂമി വാങ്ങി അത് സർക്കാർ ഭൂമിയുമായി ചേർത്ത് സ്വകാര്യ കമ്പനിക്ക് തന്നിഷ്ടത്തിന് വിട്ടുകൊടുക്കുക. കോടികൾ ജയചന്ദ്രന്റെയും സിൽബന്തികളുടെയും കീശയിലാക്കുക. ഇത് വീതം വെക്കുന്നവരിൽ KRGയും രഘു, ആന്റണി ജോർജും ജയചന്ദ്രനും മാത്രമല്ല, ഉദ്യോഗസ്ഥരുണ്ട്, കോൺട്രാക്ടർമാരുണ്ട്, ലാൻഡ് മാഫിയയുടെ ആളുകളുണ്ട്. മാഷിനറിയോ, സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് മന്ത്രി പ്രോജക്ട് അനൗൺസ് ചെയ്യുന്നതിന് എത്രയോ മുമ്പേ ആ പ്രദേശത്ത് പലരും തുച്ഛവിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞു. അതും ക്യാബിനറ്റിൽ പോലും ഒഫീഷ്യലായി കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ്. അതിന്റെ ഒരു രഹസ്യം എന്താ മാഷേ? പട്ടിമൂലയിലും തോട്ടുംകരയിലും കഷ്ടിച്ച് 10,000 പോലും സെന്റിനില്ലാതിരുന്ന ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലത്ത് ഇപ്പൊ വില എന്തെന്നറിയോ? ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടിയതാരെന്നറിയോ? എന്നിട്ട് മാഷിന്റെ വിചാരം ജയചന്ദ്രൻ നിഷ്കളങ്കനായ കുഞ്ഞാന്ന. ഈ നാടകമൊക്കെ കണ്ട് കയ്യും കെട്ടിയിരിക്കാൻ വേറെ ആളെ നോക്കണം മാഷെ. മാഷ് ഒരു കാര്യം ചെയ്യൂ. ദാ ഈ കവറിൽ ഇതെല്ലാം ഇതുവരെ ഞങ്ങൾ കട്ട് ചെയ്ത പേപ്പേഴ്സാ. ദാ ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ കുത്തിയിരുന്ന് എഴുതിയുണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ്. മാഷെല്ലാം വിശദമായി ഒന്ന് നോക്ക്. നോക്കാം. മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജനവാർത്ത തന്നെ കൊടുക്കാം. പക്ഷെ ഇത് പുറത്ത് അവതരിപ്പിക്കാൻ നമുക്ക് ഇതിനായി ഒരു പൊതുസംഘടന വേണം. രാഷ്ട്രീയം നോക്കാതെ താല്പര്യമുള്ളവരെല്ലാം വരട്ടെ. നമ്മള് പൗരവേദിക്കാർ മാത്രം ആവണ്ട. എങ്കിൽ നാളെ തന്നെ നമ്മുടെ കമ്മിറ്റി കൂടാം. പ്രസ്താവന പൊതുസംഘടനയുടെ പേരിൽ മതി. പ്രസ്താവന വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല, പത്രസമ്മേളനം വേണം. പത്രസമ്മേളനം ഏത് പത്രക്കാരനാണോ ഇക്കാലത്ത് ഇതിലൊക്കെ താല്പര്യം? വല്ല സിനിമാക്കാരന്റെയും അവിഹിതമാണെങ്കിൽ ആള് വരും. എന്തായാലും ജനവാർത്തയുടെ അടുത്ത ലക്കം ഇത് മാത്രം വെച്ചൊരു സ്പെഷ്യൽ ആക്കണം. നോക്കാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാഷെ. അത് നല്ല ഐഡിയ. പക്ഷേ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കണമെന്നേ ഉള്ളൂ. ഹരി ഏൽപ്പിച്ച പോലെ അവന് പറ്റിയ പണിയാ. അത് ഞാൻ പറയാം. ഗൗരി എന്ന് വരും? നാളെ വൈകിട്ട്. ഹോസ്റ്റലിൽ എന്തൊക്കെയോ പ്രശ്നമാവെന്ന് പറഞ്ഞ് അവൾ കുറെ ദിവസമായി അതിന്റെ പുറകെ നടക്കുക. കുറച്ചു പേർക്ക് അവിടെ ഏൽപ്പിക്കണം. വരുമ്പോ പറയാം. എന്തായാലും ഞാനിതെല്ലാം ഒന്ന് നോക്കട്ടെ. എന്നിട്ട് നാളെ രാവിലെ വിളിക്കാം. ശരി മാഷെ. 1-2 ഇടത്ത് കൂടി കയറണം. വേറെ ചില കടലാസ് കൂടെ കിട്ടാനുണ്ട്. വിവരാവകാശം വെച്ചും കുറച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, ഗോപിനാഥനെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. നമ്മുടെ റിട്ടയർഡ് തഹസിൽദാർ. ലാൻഡിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അയാൾക്കറിയാൻ പറ്റും. ശരി മാഷെ. ഒരു കാര്യം മറക്കണ്ട. എന്താ? ഇവിടെ നമ്മളീ മുട്ടാൻ പോകുന്നത് ഏതെങ്കിലും ചെറിയ ജീവികളുമായിട്ടല്ല. അതറിയാം. അത് തന്നെയാ മാഷെ ഇതിന്റെ പ്രാധാന്യവും. അതറിയാം മാഷെ. ഞങ്ങള് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അത് മതി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാളെ ലൈബ്രറി കാണാം. പിന്നെ സുരേന്ദ്രൻ വക്കീലിനെയും KP റഷീദിനെയും വിളിക്കാൻ മറക്കണ്ട. ദാസിനെ ഞാൻ വിളിച്ചോളാം. ശരി മാഷെ. ടീച്ചറെ, ഞങ്ങൾ ഇറങ്ങുന്നു. മാഷേ, ദേവരാജൻ മാഷേ, എന്താ? ആ പുസ്തകം ഒന്ന് മടക്കി വെച്ചേ. കാര്യം പറ. മാഷിന്റെ മോള് അസൽ അച്ഛന്റെ മോള് തന്നെ. എന്താ ഒരു ധൈര്യം! എന്തുണ്ടായി? അറിഞ്ഞില്ലേ മോള് ചെയ്ത വീരകൃത്യം? എന്ത് വീരകൃത്യം? ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ടിവിയിലാ കണ്ടത്. കോരിത്തരിച്ചുപോയി മാഷേ. എന്താന്ന് പറ നീ. ഇന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചുംബന സമരമായിരുന്നു പോലും. എന്നിട്ടെന്താ? സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗവേഷണ വിദ്യാർത്ഥിനി ഗൗരി D രാജായിരുന്നു. മുമ്പിൽ നിന്ന് ഒരു ചെക്കനെയും പെണ്ണിനെയും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചൊറ്റയുമ്മ. അത്രേ ഉള്ളൂ. മാഷെന്താ ഞെട്ടിയേ? അപ്പൊ വിപ്ലവകാരികളും ഞെട്ടേണ്ട സ്ഥലത്ത് ഞെട്ടിപ്പോവും അല്ലേ? ഞാനിത് കേട്ട് ഞെട്ടിത്തരിക്കുമെന്ന് നീ ധരിച്ചെങ്കിൽ തെറ്റി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ എന്തൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ പറയണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. സമരരൂപങ്ങൾ മാറി മാറി വരും. നമ്മൾ സമരം ചെയ്യുന്ന കാലത്ത് ലോകം ഇന്നത്തെ പോലെ അല്ലായിരുന്നല്ലോ. നമ്മൾ ബലം പിടിച്ചു നിന്ന കാലം നമ്മളെ തള്ളിയിട്ടിട്ട് പോകും. അത്രേ ഉള്ളൂ. എന്തുണ്ടായാലും മാഷിന് ഓരോ ന്യായീകരണമുണ്ട്. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയി മാഷേ. ലേറ്റായി ഉണ്ടായ കുട്ടിയാന്ന് വെച്ച്
അവളെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി. ഇപ്പൊ ഗിരിജയെടുത്ത് വിളിച്ചുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. എന്താ പറഞ്ഞേ? ഗൗരിയെ TV കണ്ടു എന്ന് മാത്രം പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ല, കണ്ടു എന്നറിയാനാ, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു വച്ചു. നീ എന്തിനാ കള്ളം പറഞ്ഞു? പിന്നെന്താ പറയണ്ടേ? കണ്ടു, ഗംഭീരായി, ഒന്നുകൂടെ കാണാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണോ? ഇന്നും നാളെയും എല്ലാ ചാനലിലും എല്ലാ ബുള്ളറ്റിനും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാഷിന് മിസ് ചെയ്തിട്ടില്ല, ഇഷ്ടം പോലെ കാണാം. നാളെ പത്രത്തിലും അടിച്ചു വരും. ലേത ഒരു കാര്യം മനസ്സിലാക്കണം. ഗൗരി എന്റെ മാത്രമല്ല, നിന്റെയും മകളാ. അവൾക്ക് വയസ്സ് 25 കഴിഞ്ഞു. നമ്മളെപ്പോലെയോ അതിനേക്കാൾ കൂടുതലോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രാപ്തിയും അവക്കുണ്ട്. മനുഷ്യൻ സ്വകാര്യമായിട്ട് ചെയ്യുന്നതൊക്കെ പരസ്യമായിട്ട് ചെയ്താൽ സമരമാകുമോ? നീ എന്തു പറഞ്ഞാലും ശരി, ഒരു സാന്ദർഭിക പ്രതിഷേധം എന്ന നിലയ്ക്ക് ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാൻ ഇത്തിരി പഴഞ്ചനാ മാഷേ. നമ്മൾ കല്യാണം കഴിച്ചതേ ജാതിയും മതവും ജാതകവും ഒന്നും നോക്കിയിട്ടല്ലോ. അന്ന് എത്ര പേരാ കളിയാക്കാനും തടയാനും നോക്കി. അന്ന് അത് നേരിടാൻ വേണ്ട വിപ്ലവ വീര്യവും ധൈര്യമൊക്കെ എനിക്കുണ്ടായിരുന്നെന്നാ എന്റെ വിശ്വാസം. വെൽ സെറ്റ്. നീ ഇപ്പോഴും അന്നത്തെ അതേ ലത തന്നെ. മാഷിനെ പ്രേമിച്ച് നടന്ന 20കാരിയും 58 കഴിഞ്ഞ അമ്മയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. അവൾ വരുമ്പോൾ നീ തർക്കിച്ചോ ഇഷ്ടം പോലെ, പക്ഷെ കുറ്റപ്പെടുത്തരുത്. സമരവും പ്രതിഷേധമൊക്കെ അവൾ പഠിച്ചത് നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്നാന്ന് മറക്കണ്ട. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് എന്റെ അഭിപ്രായമുണ്ട്, അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്ന് നിന്ന് വേണം. എപ്പോഴാ ചെലവ്? എന്താ എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയില്ലേ? ആ, അതിനും വേണല്ലോ ഒരു യോഗം. തോലിക്കട്ടി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. തോലിക്കട്ടി എങ്കിൽ അത് തന്നെ. അസൂയപ്പെട്ടിട്ടേ ഒരു കാര്യമില്ല. അല്ല, നിനക്ക് ഈ ഉമ്മ വെക്കാൻ വേറെ ആരെ കിട്ടിയില്ലേ? നീ ആരാ? സദാചാര പോലീസാ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു. എനിക്കും കൂടെ ഒന്ന് സ്റ്റാർ ആകാൻ പറ്റിയത്. അയ്യടാ, വല്ലവരുടെയും ചെലവി സ്റ്റാർ ആവാൻ നടക്കുന്നു. ചെയ്യുന്നെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കും. അത് ഞാൻ ചെയ്തോളാം. പിന്നെ വേറൊരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. എന്താ? സമരത്തിന്റെ 2ാം ഘട്ടം നാളെ തുടങ്ങുന്നറിയാലോ? സോ ഞങ്ങളുടെ കൂടെ പുസ്തക പത്രങ്ങളും ചാനലുകളും ഒന്നുമില്ല. സോഷ്യൽ നെറ്റ്വർക്ക് പരമാവധി ഉപയോഗിക്കാനാ തീരുമാനം. നിന്റെ കൂടെ ഹെൽപ്പ് വേണം. എനിക്ക് ഹോസ്റ്റലിൽ കുറച്ച് അർജന്റ് പണിയുണ്ട്. അവിടെ ഒരാഴ്ചയായി വെള്ളമില്ല, വെളിച്ചവും ഇല്ല. ഒരു പ്രതിഷേധ മാർച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു നോക്കാം. കഴിയുന്നത്ര ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ മെസ്സേജ് എത്തണം. അതൊക്കെ ലോക്കലായിട്ട് ആളുകൾക്കിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യം അത് തീർക്കണം. ഞാനത് അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ വീട്ടിലും കയറി ഞങ്ങൾ പറയുന്നുണ്ട്. അതും പോരാ, ഞാനൊരു കാര്യം ചെയ്യാം. എന്താ? മേലേടത്തിന്റെ ഈ പുതിയ ഗ്ലോബൽ ടൂറിസ്റ്റ് പാർക്കും PR-ന്റെ നടപ്പാക്കാതിരുന്ന ഇൻഡിജിനസ് ഇൻഡസ്ട്രിയൽ വില്ലേജും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാം. എന്തായാലും സാഹിത്യമൊക്കെ മാറ്റിവെച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ വേണം. പിന്നെ ആ ടോട്ടൽ വിഷൻ ചാനലിൽ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവളോടെങ്ങനെ പറഞ്ഞ് ഒരു ഓപ്പൺ ചർച്ച സംഘടിപ്പിക്കണം. പക്ഷെ ഓപ്പൺ ചർച്ച റിസ്കാ. ആരൊക്കെ വന്നു കയറുമെന്ന് പറയാൻ പറ്റില്ല. ജയചന്ദ്രൻ മേലടത്തിന്റെ ഗൂണ്ടാസംഘം അറിയാലോ. അറിയാം. വരുന്നവർ അഭിപ്രായം പറഞ്ഞ് പൊക്കോട്ടെ. കാലക്കം വന്നാ ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, സമയം പോയി. വരുന്നെങ്കിൽ കേറിക്കോ, ടൗണിലിറക്കാം. അയ്യോ, ഞാനില്ലേ ലൈബ്രറി കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ലേറ്റായാ കൺവീനറിന്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. എന്നാ ഓക്കെ, ബൈ. ശരിയപ്പോ. സുഹൃത്തുക്കളെ, നമ്മുടെ സമരം 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതേവരെയുള്ള നമ്മുടെ പ്രക്ഷോഭം അങ്ങേയറ്റം സമാധാനപരമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇനി ഇക്കാര്യത്തിൽ നമ്മൾ നിവേദനം കൊടുക്കാൻ ആരും ബാക്കിയില്ല. പക്ഷേ നമ്മുടെ ആവശ്യം 100% ന്യായമായിട്ടും തൽപര കക്ഷികളുടെ സമ്മർദ്ദം മൂലം ചെറുവിരൽ പോലും അനക്കാൻ അധികാരികൾ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. സമരപരിപാടിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് സമിതി കൺവീനർ രവിശങ്കർ വിശദീകരിക്കും. സുഹൃത്തുക്കളെ, സമിതി പ്രസിഡന്റ് ദേവരാജൻ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ വികസന പ്രവർത്തനം എന്ന പേരിൽ പൊതുസ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഉന്നത തലങ്ങളിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് നീണ്ടാറ്റിൻകര ഗ്ലോബൽ ടൂറിസ്റ്റ് പാർക്ക് എന്ന പേരിൽ മാധ്യമങ്ങൾ വഴി കൊട്ടിഘോഷിക്കപ്പെട്ട ഈ തട്ടിപ്പ് പദ്ധതി. ഇതിനെക്കുറിച്ച് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നവയാണ്. ഇതിൽ യാതൊരു പൊതു താല്പര്യവുമില്ല. തോടുകളും വയലേലകളും നികത്തിയും കുന്നുകളിടിച്ചും ഇവിടെ നടത്താൻ പോകുന്ന ഈ വൻകിട നിർമ്മാണം ഇവിടത്തെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, കുടിനീരിന്റെ ലഭ്യത തന്നെ ഇല്ലാതാക്കും. ഇതിനെല്ലാം പുറമെയാണ് ഇവിടെ നിന്ന് 100ഓളം കുടുംബങ്ങളെ കുടിയിറക്കാൻ പോകുന്നത്. ഇത്രയും ഭൂമി സ്വന്തമാക്കി ഇവിടെ കെട്ടിപ്പോക്കാൻ പോകുന്ന ഷോപ്പിംഗ് മാളുകളും ഹെലിപ്പാഡും ഗോൾഫ് കോഴ്സും ഹെൽത്ത് പാർലറുകളും ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററും ഒക്കെ ആർക്കു വേണ്ടിയാണ്? ഇതേ സ്ഥലത്ത് 15 വർഷം മുമ്പ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച വൻകിട നിർമ്മാണ പ്രവർത്തനം ഒന്നും ആവശ്യമില്ലാത്ത
എന്നാൽ നമ്മുടെ തദ്ദേശ വികസനത്തിന് സഹായിക്കുന്ന പൊതുമേഖലയിലുള്ള ഇൻഡിജിനസ് ഇൻഡസ്ട്രിയൽ വില്ലേജ് തന്നെ ഇവിടെ തുടങ്ങണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഈ പുതിയ തട്ടിപ്പ് പദ്ധതിയുടെ വക്താക്കളായി രംഗത്ത് വന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് അറിയുന്നത് രസകരമായിരിക്കും. നമ്മുടെ ഇവിടത്തെ ഭൂമി മുഴുവൻ കൈക്കലാക്കി കഴിഞ്ഞ ഭൂമാഫിയയുടെ ആളുകൾ, ഇതിന്റെ മൊത്തം ഗുണഭോക്താക്കളായ ചില വൻ വ്യവസായികൾ, മണ്ണ് പാറ ഇടപാടുകാർ, കരാറുകാർ, പിന്നെ ഇവരുടെയൊക്കെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന മറ്റു കുറെ പരാന്നഭുക്കുകൾ. ഇവിടെ ആരാരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഇത് കളിച്ച് കളിച്ച് കളി കാര്യാവുന്ന ലക്ഷണമാണല്ലോ ജയ. യുവന്മാരടങ്ങുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ഓ, അടങ്ങിക്കോളും. ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ. എതിർപ്പില്ലാതെ ഏത് പ്രോജക്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്? ആദ്യം എതിർക്കും, പിന്നെ ക്ഷീണിക്കുമ്പോ നിർത്തിക്കോളും. ഇതങ്ങനല്ല ജയേന്ദ്രൻ സാറേ, ലിമിറ്റ് വിട്ട് പോണുണ്ട്. കുറെ കൂടി കഴിഞ്ഞാ നമ്മുടെ പിടിയിൽ നിൽക്കുന്നു തോന്നുന്നില്ല. KRG ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഓ, രഘു സാറാണെങ്കിൽ ഒരു സ്വൈര്യം തരുന്നില്ല. അക്കരെ ഇരിക്കുന്നൊക്കെ അറിയത്തില്ലല്ലോ ഇവിടെ കിടക്കുന്ന നമ്മുടെ പാട്. പ്രിലിമിനറി വർക്ക് പോലും തുടങ്ങാൻ പറ്റുന്നില്ല. സംഗതി വൈകുന്നതോറും ചില്ലറ നഷ്ടമല്ല, 1000 10,000 ഒന്നും അല്ല, കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഒഴുകി പോണേ. തന്റെ പോലീസ് ബുദ്ധിയിൽ എന്താണോ സുദേവ തോന്നുന്നേ? ഓ, മിനിസ്റ്റർ തന്നെ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എന്തോ പറയാനാ എന്റെ ആന്റണി സാറേ. ഇവിടെ മിനിസ്റ്ററും ഡിവൈഎസ്പിയും സീരിയസ് ആയിട്ട് തന്റെ അഭിപ്രായം ചോദിച്ചതാ. IPS ലിസ്റ്റിൽ വരാനുള്ള ആള് ഇങ്ങനെ ഷൈ ആയാലോ? ഓ, IPS പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി. അതങ്ങ് വിടന്റെ സാറേ. ചോദിച്ചോണ്ട് പറയാണ്, ഇത് ഇലക്കും മുള്ളിനും കേടില്ലാതെ സോൾവ് ചെയ്യാൻ ജയചന്ദ്രൻ സാർ തന്നെ വിചാരിക്കണം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നവന്മാരുടെ നേതാവ് സാറിന്റെ പരിചയക്കാരനല്ലേ? ആ, അതെ. അയാളുമായി സാറൊന്ന് കാര്യമായി ഇരുന്ന് സംസാരിക്കണം. ഞാൻ ഇക്കാര്യം 2 തവണ സംസാരിച്ചു കഴിഞ്ഞതാ. അങ്ങനെ പറഞ്ഞു മാറ്റുന്ന കാര്യം നടക്കില്ല. ജയനെന്താ അയാൾ ഒരു പേടി പോലെ? ഓ, പേടിയൊന്നും അല്ലെന്നേ. സ്ഥലത്തെ ഒരു പ്രധാന ദിവ്യനല്ലേ ആള്. എന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേരുടെ ഈ ജനവാർത്ത എന്ന് പറയുന്ന സാധനത്തിൽ എഴുതി പിടിപ്പിക്കുന്നത് അപ്പടി വിഴുങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പിണക്കുന്നത് ബുദ്ധിയല്ല. ഓ, നമ്മളെ പറ്റി ഇനി പറയാനും എഴുതാനും ഒന്നും ബാക്കിയില്ല. ആ ടോട്ടൽ വിഷൻ TV കൂടെ ഇടയ്ക്കവന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോ കിടപ്പനിക്കെന്റെ കയ്യങ്ങ് തരിച്ചു വരും. ഓരോരുത്തരുടെയും ഭാര്യമാരും ഗൾഫിലുള്ള അളിയന്മാരും വരെ എന്തോ ചെയ്യുവാന്ന് കണക്കെടുത്തോണ്ടിരിക്കുക അവന്മാരെ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. എന്താ? അവനെ കയറി ഒന്നങ്ങ് പെരുമാറിയാലോ? താൻ തമാശ കള സുദേവ. തമാശയല്ല സാറേ, സീരിയസ് ആയിട്ട് പറയുക. ദേ, ജയേന്ദ്ര സാറ് സെന്റിമെന്റ്സിന്റെ ആളാ. ഞങ്ങള് പോലീസുകാർക്ക് സെന്റിമെന്റ്സ് അല്ല, ഡ്യൂട്ടിയാണ് പ്രധാനം. ഒന്ന് അടങ്ങേണ്ട സുദേവ. സുദേവന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി പിടിവിട്ട് പോയിരിക്കുക. കുറെ കൂടി പോയാ ദൈവം വിചാരിച്ചാൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാവും. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പാ കൊണ്ട് എടുക്കേണ്ടി വരരുത്. പിന്നെ അയാളുടെ മോളല്ലേ യൂണിവേഴ്സിറ്റിയിൽ മറ്റേ പ്രശ്നം ഉണ്ടാക്കിയ പെണ്ണ്? ഓ, ചുംബന കേസ്. ആ, അതെ. ഓരോരോ അവതാരങ്ങൾ. തന്ത വേറൊരു കേസ് കേട്ട് അയാളെ കൂടെ വേറെ 2 നിഴല് പോലെ നടപ്പുണ്ടല്ലോ. ഒരു താടിയും ഒരു കണ്ണാടിയും, പിന്നെ ഒരു തടിയനുണ്ട്, ബോഡി ഗാർഡിനെ പോലെ നടക്കും, പക്ഷെ വാ തുറക്കൂല. അവന്മാരെ എങ്ങാനും പിടിക്കാൻ പറ്റുമോ? 10 50 കൊടുത്താൽ തീരുന്ന കേസാണെങ്കിൽ നമുക്ക് തീർക്കാലോ. ഇനി അതല്ല, അയാൾ ഈ മാസികയ്ക്ക് പരസ്യമൊന്നും പറഞ്ഞ് വല്ലതും കൊടുത്തൊതുക്കാമെങ്കിൽ അതൊന്ന് നോക്ക് സാറേ. അതെ, സുദേവൻ വിചാരിക്കുന്ന പോലെ അല്ല. അവരങ്ങനെ എളുപ്പം ഒതുങ്ങുന്നവരല്ല. ആ, ഓ, ഒതുങ്ങത്തില്ലെങ്കിൽ ഒതുക്കാൻ വഴി വേറെ ഒരുപാടുണ്ട് സാറേ. ഇത് ഇന്റർനാഷണൽ പ്രശ്നമാക്കി മാറ്റാനാ അവരുടെ ശ്രമം. ആദ്യം തണ്ണീർത്തടവും വയലും ഒക്കെ ആയിരുന്നു, പിന്നെ ഭൂപരിധി നിയമം, ഇപ്പോ പരിസ്ഥിതിക്കാരെ കൂടി പിടിച്ചിരിക്കുക. കഴിഞ്ഞ ലക്കം ഗ്രീൻ ലൈഫിന്റെ കവർ സ്റ്റോറി ഇതായിരുന്നു. KRG അക്കരെ ഇരുന്ന് കണ്ടിട്ട് ചൂടായി വിളിച്ചു. സംഗതി എവിടം വരെ എത്തിയെന്ന് നോക്ക്. പഴയ ഇൻഡിജിനസ് ഇൻഡസ്ട്രിയൽ വില്ലേജും പൊക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീഡിയ ക്യാമ്പയിൻ ഒട്ടും പോരാ. കറക്റ്റ്. ഞാനത് എത്ര നാളായിട്ട് പറയുന്നു. ഈ കാലത്ത് പബ്ലിസിറ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോ നമ്മുടെ കൂടെ TV-കാരായിട്ടുള്ളത് നമ്മുടെ ചാനലും ലൈംലൈറ്റും, പത്രമായിട്ട് ജയഭാരതവും ഈസ്റ്റേൺ മെയിലും. അവരുടെ കൂടെ കാര്യമായിട്ട് ആരുമില്ല. വല്ലപ്പോഴും ആ ടോട്ടൽ വിഷയം വല്ലതും കൊടുക്കും, അത്രേ ഉള്ളൂ. ആ, അവരുടെ കളി മുഴുവൻ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയാ. അത് നമ്മളൊന്ന് സ്ട്രോങ് ആക്കണം. മീഡിയ ക്യാമ്പയിന് മുമ്പേ വേറൊരു കാര്യം ചെയ്തേ പറ്റൂ. എന്താ? ഈ നീണ്ടാറ്റിൻകര സംരക്ഷണ സമിതിയുടെ പേരിലാണല്ലോ അവരുടെ കളി മുഴുവൻ. അത് കൗണ്ടർ ചെയ്യാൻ നമുക്കും ആള് വേണം. ഒന്ന് തെളിച്ച് പറയേണ്ട ആനന്ദ് സാറേ. ഹിയറോ, നീണ്ടാറ്റിൻകരയുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന വേണം. കറക്റ്റ്. അതാ അതിന്റെ ബുദ്ധി. ഈ പരിസ്ഥിതി വികസനം എന്നൊക്കെ പറയുന്നത് ചിലരുടെ മാത്രം കുത്തുകയല്ലോ.
അതിനിപ്പൊ തന്നെ നമ്മുടെ ആളുകൾ സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ. അവിടെ ജയന് തെറ്റിയത്. പാർട്ടിക്കാരെന്ത് ചെയ്താലും പറഞ്ഞാലും അത് രാഷ്ട്രീയമായിട്ട് മറ്റുള്ളവർ കാണും. നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിറമില്ലാത്തവരെയാ. കറക്റ്റ്. ഓ, ഈ ബുദ്ധിത്തിന് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ സംഗതി എന്നെ സോൾവ് ആയി എന്നെ. ആ ഐഡിയ കൊള്ളാം. ബട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു സംഘടനയെ നിൽക്കുമ്പോ അതിന്റെ ചില ഫോർമാലിറ്റീസ് ഒക്കെ നോക്കണമല്ലോ. ജയൻ ഇക്കാര്യത്തിൽ വിഷമിക്കണ്ട. ഗിവ് മി ജസ്റ്റ് 2 days. ഞാൻ ശരിയാക്കിക്കോളാം. ഒരു സെമിനാർ നടത്തി അങ്ങ് ലോഞ്ച് ചെയ്യാം. പ്രസിഡന്റ് ആവാൻ പറ്റിയ ഒരാളൂടെ വേണം. അതിനെ പറ്റിയ ആളുണ്ട്. കഴിഞ്ഞ തവണ വൈസ് ചാൻസലർ ആവാൻ ഉടുപ്പ് ഇട്ടുകൊണ്ടിരുന്ന ആളാ, നടന്നില്ല. അതിന്റെ ചെറിയ സങ്കടം ബാക്കിയുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ആരാള്? നമ്മുടെ പിള്ള, പഴയ PVC. ഓക്കെ, അയാള് മതി. പരിസ്ഥിതി ആയാലും വികസനമായാലും ചുംബന സമരമായാലും ഇട്ടു കൊടുത്താ മതി. വാചകമടിച്ച് നിന്നോളും. റൈറ്റ് ചോയ്സ്. VC ഒഴിവ് ഇനി വരുമല്ലോ. അയാളുടെ ഹോപ്പ് കളയണ്ട. പുള്ളി ആര് കോണ്ടാക്ട് ചെയ്യും? ഓ, അത് ഞാൻ ഏറ്റു. നമ്മുടെ പഴയ ഗുരു അല്ലേ. അപ്പോ ശരി, ഇനി വേണമെങ്കിൽ തന്നെ ഫ്രീ ആക്കാം. ഞാനും സുധേവനും കൂടി ഒന്ന് ഇരിക്കട്ടെ. ദേ, ഒരു കാര്യം പറഞ്ഞ മുഖസ്തുതിയാന്ന് വിചാരിക്കരുത്. എന്താ? ഓ, ഈ ആന്റണി സാർ എങ്ങാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ജയചന്ദ്രൻ സാറിനേക്കാൾ മുമ്പേ മന്ത്രിയായെന്നെ. വെറും മന്ത്രിയല്ല, മുഖ്യമന്ത്രി. തനിക്ക് IPS കിട്ടിയെന്നെ. എപ്പോഴാണ് അവന് എന്നോട് പോർട്ടിക്കൽ ഒരു ബഹളം. സാറേ, ചാനലുകാരാ. ടോട്ടൽ വിഷൻ. ഒരു പെൺകുട്ടിയും പയ്യനും മിനിസ്റ്ററെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് ബഹളം. സാറ് ലഞ്ച് കഴിഞ്ഞ് മയങ്ങാനാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അറിഞ്ഞു നമ്മുടെ പ്രോഗ്രാം? ഇങ്ങോട്ട് വിട്. ഞാൻ ഓണറിനെന്ന് പറ. ഉടനെ പറഞ്ഞു വിട്ടേക്കാം. ഇടയ്ക്ക് താനൊന്ന് റിമൈൻഡ് ചെയ്തേക്കണം. ചായയും സ്നാക്സും പറഞ്ഞു. ശരി സാർ. സാർ ഉടന്നിട്ടുണ്ട്. മാലിന് വേറെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. 5 മിനിറ്റ് എടുക്കാം. കേറിക്കോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. കുട്ടിയുടെ പേര്? ദിവ്യ, ടോട്ടൽ വിഷൻ. ദിവ്യ. പിന്നെ എന്താ വിശേഷം? ഞാനല്പം തിരക്കില്ല. നാളിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഉണ്ട്. നിങ്ങളാണെന്ന് രമേശൻ പറഞ്ഞപ്പോ അകത്തേക്ക് ഇടാൻ പറഞ്ഞതാ. എന്നാന്ന് വെച്ചാ വേഗം ചോദിച്ചോ. അല്ല സർ, നീണ്ടാറ്റിങ്കര. അല്ല, ഈ നീണ്ടാറ്റിങ്കര ഇതല്ലാതെ ഒന്നും ഇല്ലേ നിങ്ങൾക്ക് ചോദിക്കാൻ? സമരത്തിന്റെ 2ാം ഘട്ടം തുടങ്ങിയിരിക്കുകയാണല്ലോ സർ. എന്ത് 2ാം ഘട്ടം? ഇതിനൊന്നും യാതൊരു ജനപിന്തുണയുമില്ല. ഇതിന്റെ പുറകിൽ പ്രതിപക്ഷത്തിന്റെ കളിയാണ്. പെറ്റി പൊളിറ്റിക്സ്. എല്ലാ റൂൾസും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രോജക്ടിന് പെർമിഷൻ കൊടുത്തതെന്നാണല്ലോ നീണ്ടാറ്റിങ്കര സംരക്ഷണ സമിതിയുടെ ആരോപണം. ആർക്കാ ഉന്നയിക്കാൻ വയ്യാത്തെ? Ask them to produce evidence. അല്ല സർ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചു എന്നാണ്. എവിടെയാ ലംഘിച്ചേ? അവിടെ നെല്ല് കൃഷി ചെയ്തിട്ട് നാളെ എത്രയായെന്നറിയോ? തീർത്തും ഉപയോഗശൂന്യമായി കിടക്കുന്ന തരിശു ഭൂമി ഒരു വികസനാവശ്യത്തിനായി ഉപയോഗിക്കാൻ സർക്കാർ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്തപ്പോ ഓരോരോ മുരട്ട് ന്യായവും പറഞ്ഞ് അതിനെ മുടക്കാൻ വന്ന എന്താ പറയണ്ടേ? അല്ല സർ, നന്ദിയ ഗ്രൂപ്പിനെ വഴിവിട്ട് സഹായിക്കാൻ മിനിസ്റ്റർ എല്ലാ ലെവലും നേരിട്ട് ഇടപെട്ടു എന്നാണ് വേറൊരു ആരോപണം. ആര് പറഞ്ഞിതൊക്കെ? നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടാണ് നന്ദിയ ഗ്രൂപ്പിനെ ഇത് ഏൽപ്പിച്ചത്. ഈ പ്രൊജക്ട് ജൈവ വൈവിധ്യത്തെ ബാധിക്കുമെന്ന് വിദഗ്ധ കൊടുത്ത റിപ്പോർട്ട് മന്ത്രി ഓവർറൂൾ ചെയ്തു എന്നാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതമൊക്കെ പഠിച്ചിട്ടാ അനുമതി കൊടുത്തത്. ഒരു റിപ്പോർട്ട് ആദ്യം കിട്ടിയിരുന്നു. അത് തൃപ്തികരമല്ലെന്ന് തോന്നിയത് കൊണ്ട് എക്സ്പേർട്സിനെ കൊണ്ട് ഒരു സ്റ്റഡി കൂടി നടത്തി. അത്രേ ഉള്ളു. ചില സ്വകാര്യ വ്യക്തികൾ ഭൂപരിധി നിയമം ലംഘിച്ച് കയ്യിൽ വെച്ചിരുന്ന സ്ഥലം സർക്കാർ വാങ്ങി അതിന് ലീഗൽ വാലിഡിറ്റി കൊടുത്തു എന്ന് പറയുന്നതിനെ കുറിച്ച്. അതെ, വ്യക്തികൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഭൂപരിധി ബാധകമാകൂ. ഈ ലാൻഡ് ഒന്നിലധികം ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന്റെ കൈവശം ഇരിക്കുന്നതാണ്. ഇറ്റ് ഇസ് ക്വൈറ്റ് ലീഗൽ. ഇത്രയും ഭൂമി ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ഒരു ഉപാധിയും ഇല്ലാതെ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇതാർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. നിശ്ചിത കാലത്തേക്കുള്ള പാട്ടക്കരാറാണ്. വ്യക്തമായ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. സർക്കാരിന് കമ്പനിയിൽ ഓഹരിയുമുണ്ട്. ഡയറക്ടർ ബോർഡിൽ പ്രതിനിധിയുമുണ്ട്. പിന്നെ എന്താ വേണ്ടത്? എത്ര പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ പ്രോജക്ട് വഴി തൊഴിൽ കിട്ടുന്നതെന്ന് അറിയോ? ഇത് ഈ പ്രദേശത്തിന്റെ മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റിന്റെ മൊത്തം സ്വപ്ന പദ്ധതിയാണ്. നിങ്ങൾ ഈ മീഡിയ ഈ പോസിറ്റീവ് സൈഡ് ഒന്നും കാണാതെ വല്ലവരും വിളമ്പുന്ന ആക്ഷേപം മാത്രം ആവർത്തിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, പ്രത്യേക സാമ്പത്തിക മേഖലയാവുമ്പോ തൊഴിലവകാശങ്ങൾ ഇല്ലാതാവുമെന്ന ഒരു ആശങ്ക. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ. സമാധാനപരമായ തൊഴിലന്തരീക്ഷം ഇല്ലാതെ എങ്ങനെയാ വ്യവസായികൾ വരുന്നത്? അപ്പൊ കുടിയിറക്കിന്റെ പ്രശ്നം? അതിന് ഒരു പ്രത്യേക പാക്കേജ് തന്നെ വച്ചിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോ കളക്ടറേറ്റ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത്. സാർ, സമയായി. സോറി, ഞാൻ ഇറങ്ങട്ടെ. അല്ല സാർ, ഒരു കാര്യം കൂടെ. സോറി ദിവ്യ, കുട്ടിയായോണ്ടാണ് ഞാൻ ഇത്രയും ടൈം തന്നെ സംസാരിച്ചത്. നമുക്ക് പിന്നെ കാണാം. വി ഷൽ മീറ്റ് സൂൺ. ഓക്കെ? അല്ല സാർ, സാർ ഒരു കാര്യം. നിങ്ങൾ ഈ ചായ കുടിക്കും. എന്റെ ആന്റണി സാറേ,
കാര്യങ്ങൾ സ്പീഡിൽ നടക്കണമെങ്കിൽ സാറ് തന്നെ വേണം. ജയേന്ദ്രൻ സാറിന് എന്ത് പറഞ്ഞാലും പാർട്ടിക്കാര് പ്രോട്ടോകോള് എല്ലാം മുഹൂർത്തം നോക്കിയേ പറ്റൂ. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. സുദേവ, ഇത് കളി വേറെ. തന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? ആ ബോഡി ഗാർഡ് തടിയും വീണു സാറേ. ഉടനെ പാക്ക് ചെയ്യുന്നുണ്ട് ഗൾഫിലോട്ട്. വെരി ഗുഡ്, അവൻ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു സംഭവം, ക്ലോസപ്പ് ചാനലിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്താ കേസ്? നമുക്കെതിരായിട്ടുള്ള കിടിലൻ കുറെ കേസ് കെട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. എന്ത് കേസ് കേട്ട്? ഒന്നുമില്ല, RTI കൊടുത്ത് വാങ്ങിച്ച കേസാ. എന്റെ ഭാര്യയുടെ കുറച്ച് പ്രോപ്പർട്ടി വിവരം. IG ലിനോ സാർ കഴിഞ്ഞ 2 വർഷം ഫോറിനിൽ പോയതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ സുനിൽ സാർ കളക്ടർ ആയിരിക്കുമ്പോഴുള്ള ഡ്രൈവർ പയ്യന്റെ പേര്, മൂന്നാറിലുള്ള വസ്തുവിന്റെ കണക്ക്. അങ്ങനെ കുറച്ചുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടി കാണുമല്ലോ ഇതെല്ലാം തുരന്നെടുക്കാൻ. എന്നിട്ട് താനെന്ത് ചെയ്തു? സംഗതി ക്ലീൻ ആയിട്ട് ഒതുക്കി. എന്ത് ചെലവായി? ഒന്നുമില്ല, കമ്പനിക്ക് ലാഭം. നേരെ നമ്മുടെ ഉടുമ്പരാജിനെ കൊണ്ട് ബ്യൂറോ ചീഫിനെ വിളിപ്പിച്ചു. അവന്റെ പഴയ 3-4 കേസ് CD സഹിതം നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ, അവന്റെ ഗ്യാസ് തീർന്നു. അതിനേക്കാളും സീരിയസ് ആയ ഒരു ഓപ്പറേഷൻ ഇന്നലെ ചെയ്തു. എന്താ സാറേ? അത് സാറ് ചെയ്തെങ്കിൽ കിടിലമായിരിക്കും. ആ നവകേരളത്തിലൊരു പയ്യന് ഭയങ്കര ആവേശം. നീണ്ടാറ്റിങ്കര ഇഷ്യൂ പരമ്പര എഴുതാൻ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു പറഞ്ഞു. സംഗതി ഓൾമോസ്റ്റ് തീർന്നു. അടിക്കാനെടുത്തതാ. എന്നിട്ടെന്താ, അവന്റെ മാർക്കറ്റിംഗ് മാനേജറെ വിളിച്ചു തരാൻ PA സ്വാമിയോട് പറഞ്ഞു. ഫോൺ വാങ്ങിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറഞ്ഞു. അടിക്കണമെങ്കിൽ അടിച്ചോ, പക്ഷെ ഗ്രൂപ്പിന്റെ മുഴുവൻ പരസ്യവും ആ സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യും. അവൻ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. SR എന്ന് മാത്രം പറഞ്ഞ് കട്ട് ചെയ്തു. അത് കലക്കി. പിന്നല്ലാതെ നമ്മുടെ കാശ് വാങ്ങിച്ച് നമ്മളെ നാറ്റിക്കാനോ? കൊള്ളാം. സ്വർണ്ണക്കടയുടെയും തുണിക്കടയുടെയും കാശില്ലാതെ ഏത് മീഡിയ ആണോ ഇവിടെ ഓടുന്നത്? അത് കറക്റ്റ്. എനിക്ക് ഇനിയും ഡ്യൂട്ടി കുറച്ചുകൂടെ ഉണ്ട് സാറേ. എന്താ? അത് നേരത്തെ പറഞ്ഞ അതിന്റെ രസം പോവും. സുഹൃത്തുക്കളെ, അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒടുവിൽ വിശദമായി പറയാം. വികസനപാത, തടസ്സങ്ങളും പരിഹാരമാർഗങ്ങളും സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുകയാണ്. വികസന ഫോറം ചെയർമാൻ, എന്റെ ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ KKR പിള്ള സർ, ഗ്ലോബൽ സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ P. അലക്സാണ്ടർ, ലൈംലൈറ്റ് ചാനൽ MDയും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ബിജോയ് മേനോൻ, IBCA കേരള ചെയർമാൻ ശ്രീ BA ഖാലിദ്, ജില്ലാ കളക്ടർ ശ്രീമതി വസുന്ധര റാവു, വേദിയിലും സദസ്സിലുമുള്ള മറ്റു സുഹൃത്തുക്കളെ, നമ്മുടെ സെമിനാറിന്റെ വിഷയം തന്നെ വികസനപാത, തടസ്സങ്ങളും പരിഹാരമാർഗങ്ങളും എന്നതാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഈ ജില്ലയുടെ അതിർത്തി കടന്നപ്പോൾ മുതൽ എന്നെ സ്വാഗതം ചെയ്തത് പല സ്ഥലങ്ങളിലും കണ്ട വലിയൊരു പോസ്റ്ററാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയം തോന്നി. അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ തോന്നും നമ്മുടെ നീണ്ടാറ്റിൻകര ഗ്ലോബൽ ടൂറിസ്റ്റ് പാർക്ക് പദ്ധതി എന്ന് പറയുന്നത് നാടിനെ ഗ്രസിക്കാൻ വാപിളർത്തിക്കൊണ്ട് അടുക്കുന്ന ഏതോ ഭീകരജീവിയാണെന്ന്. അതിൽ എന്നെ കുറിച്ചും ചില മനോഹരമായ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരുടെ ജാതകം തന്നെ അങ്ങനെയാണ്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറഞ്ഞ പോലെ വികസനത്തിനുമുണ്ട് കുറെ വഴിമുടക്കികൾ. സത്യം പറഞ്ഞാൽ വികസന പാതയിലെ ഇന്നത്തെ ഏറ്റവും വലിയ തടസ്സം ഇത്തരം വികസന വിരുദ്ധ സമരാഭാസക്കാരാണ്. നമ്മുടെ എല്ലാം എന്നല്ല, സംസ്ഥാനത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ നീണ്ടാറ്റിങ്കര ഗ്ലോബൽ പാർക്കിനെ അട്ടിമറിക്കാൻ ബാഹ്യ ശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹലോ ഹലോ ഹലോ, മാഷിനൊന്ന് കൊടുത്തു ടീച്ചറെ. ആ, ദേ രവി വരുന്നു. എന്താണോ? ആ, ഇന്ന് രാവിലെ SRM കോളേജ് വികസന ഫോറംകാരുടെ സെമിനാർ ഉണ്ടായിരുന്നല്ലോ മാഷേ. എന്നിട്ട് മന്ത്രി ജയചന്ദ്രൻ വന്നിരുന്നു. എന്നിട്ട് നമ്മുടെ പിള്ളേര് കരിങ്കൊടി വീശി. കരിങ്കൊടി വീശിയോ? ആര്? 5 പേർ. ജോബി, സോനു, ഫിറോസ്, ശിവൻ, പിന്നെ സെലീന. ആ പുറംപോക്കി താമസിക്കുന്ന റാങ്ക് വാങ്ങിച്ച കുട്ടി. എന്നിട്ട് എന്താ പറ്റി? പോലീസ് തല്ലിച്ചതച്ചു. ജയചന്ദ്രന്റെ ആളുകളും മഫ്റ്റി പോലീസും ഉണ്ടായിരുന്നു. ശരിക്കും ഉപദ്രവിച്ചു മാഷെ. പോലീസ് പരിസരത്തെ മുഴുവൻ വീട്ടിലും കയറി ശല്യം ചെയ്യുക. മന്ത്രിക്ക് നേരെ വധശ്രമം എന്ന കേസ്. ഞാനും ദാസേട്ടനും കൂടെ ആശുപത്രി നിൽക്കുക. സലീം സുരേന്ദ്ര മക്കീലിന്റെ അടുത്തുണ്ട്. പിള്ളേർക്ക് എങ്ങനെയുണ്ട്? ജോബിക്ക് തലേ 12 സ്റ്റിച്ചുണ്ട്. സോനുവിന് ഫ്രാക്ചർ ഉണ്ട്. ഫിറോസിന് ബോധമില്ല.
ഇതെങ്ങനെ പറ്റി? താനോ സലീമോ സതീശനോ അറിയാതിരുന്ന് നടക്കില്ല, അല്ലെങ്കിൽ ഹരി. ഇല്ല മാഷെ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ജോബിയുടെ സോനുവിന്റെ ഐഡിയ എന്ന് തോന്നുന്നു. അവര് ഭയങ്കര ചൂടന്മാരാ. ഞങ്ങൾ പറഞ്ഞ നിക്കില്ല. കുടിയൊഴിപ്പിച്ച ആദ്യം അഫക്ട് ചെയ്യുന്ന ഫാമിലി അവരുടെയാ. നിങ്ങളത് ശ്രദ്ധിക്കണമായിരുന്നു. ആശുപത്രിയിലെ ഡോക്ടർ ജോയില്ലേ? അങ്ങനെ ഇപ്പോ ഡ്യൂട്ടിയിലില്ല. ഇപ്പോഴുള്ള ഷെരീഫ് ഡോക്ടറാ. എന്തായാലും ഞാൻ ദാ വരിക. നമുക്ക് പ്രതിഷേധിക്കേണ്ട മാഷെ. എന്താ സംശയം? എന്നാ നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ ഒരു കോൾ കൊടുത്താലോ? കൊടുക്കാം, പക്ഷേ സമാധാനപരമായി എന്ന് പ്രത്യേകം ചേർക്കണം. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യണ്ട, ചേരുന്നവർ ചേരട്ടെ. മാത്രമല്ല, നമുക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെന്നറിയാൻ ഒരു ടെസ്റ്റും കൂടി ആയിരിക്കുന്നത്. ശരി മാഷെ. മാഷെ എപ്പോഴും ഇറങ്ങും? ഇപ്പൊ ഇറങ്ങുക. അവര് കുളം കലക്കി മീൻ പിടിക്കാണല്ലോ സുദേവ. ആ ടോട്ടൽ വിഷൻ ഒന്ന് വെച്ചേ. അവന്മാരുടെ ടോട്ടൽ വിഷൻ. നീണ്ടാറ്റിൻകരയിൽ മന്ത്രി ജയചന്ദ്രൻ മേലെടുത്ത് പങ്കെടുത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരു യുവതി ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വികസനപാത തടസ്സങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും എന്ന പേരിൽ വികസന ഫോറം SRM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സെമിനാർ മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് നീണ്ടാറ്റിൻകര സംരക്ഷണ സമിതി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരിങ്കൊടി വീശി ചാടിയെണ്ണീറ്റത്. സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയെ നീക്കം ചെയ്യാൻ വനിതാ പോലീസുകാർ ഇല്ലാതിരുന്നതും രംഗം വഷളാക്കി. അറസ്റ്റിലായവരെ കൊണ്ടുപോയ വാഹനം തടയാൻ ശ്രമിച്ചവരെ പോലീസ് വിരട്ടിയോടിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സമാധാനപരമായി പ്രകടനം നടത്തിയവരെ പോലീസും ഗൂണ്ടാകളും ചേർന്ന് തല്ലിച്ചതയ്ക്കുകയും പ്രദേശത്താകെ ഭീകരവാഴ്ച അഴിച്ചുവിട്ട് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തെന്നാരോപിച്ച് നീണ്ടാറ്റിൻകര സംരക്ഷണ സമിതി പാറമല, പുന്നക്കാട് പഞ്ചായത്തുകളിൽ നാളെ പ്രതിഷേധ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ സംരക്ഷണ സമിതിക്കാർ മന്ത്രിയെ ആക്രമിക്കാനും സെമിനാർ കലക്കാനും ശ്രമിക്കുകയാണുണ്ടായതെന്ന് വികസന ഫോറം ചെയർമാൻ ഡോക്ടർ KKR പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. നിക്ഷേപ സൌഹൃദാന്തരീക്ഷം തകർക്കാനും വികസനം മുരടിപ്പിക്കാനും ശ്രമിക്കുന്ന അല്ലെങ്കിലും ഈ പോലീസ് എല്ലാം കുളമാക്കും. അത് ശരി. അപ്പൊ എല്ലാം പോലീസുകാരുടെ തലേ. ഡ്യൂട്ടി ചെയ്താ കുറ്റം, ചെയ്തില്ലേ അതും കുറ്റം. ഈ പിള്ളേരുടെ തലയടിച്ച് പൊട്ടിക്കാൻ ആരാ പറഞ്ഞേ? നൈസായിട്ട് തൂക്കി മാറ്റിയ പോരായിരുന്നോ? സാറിനത് പറയാം. അവന്മാര് ചാടിക്കേറി മിനിസ്റ്റർ എങ്ങാനും കൈവച്ചിരുന്നെങ്കിൽ ആരുത്തരം പറയും? ഇതിന്ന് അവരുണ്ടാക്കാൻ പോകുന്ന മൈലേജ് തനിക്കറിയില്ല. സാറ് കൂളായിട്ടിരി. ഇടയ്ക്ക് ഇങ്ങനെ ചിലത് ചെയ്താലേ അവന്മാര് വരളൂ. എന്തായാലും നാളത്തെ പ്രതിഷേധ ദിനം വിജയിച്ച എല്ലാം തീർന്നു. സാറ് ചുമ്മാതല്ലേ. ഒരുത്തനെ ഒന്ന് ശരിക്ക് വരട്ടിയാ മതി, 100 എണ്ണം ഒതുങ്ങിക്കോളും. അതാ അതിന്റെ ഒരു ടെക്നിക്ക്. ഞാൻ KRGയോട് എന്ത് പറയുമെന്ന് ആലോചിക്കുന്നത്. സുഹൃത്തുക്കളെ, പോലീസ് ഗുണ്ടാ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് നീണ്ടാറ്റിൻകര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ ദിനാചരണത്തിൽ പങ്കുചേരണമെന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മളെ അടിച്ചൊതുക്കിയാൽ നമ്മുടെ സംഘടനയെയും അങ്ങനെ നമ്മുടെ സമരത്തെയും ഇല്ലാതാക്കാമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. പൊതുമുതൽ കൊള്ളയടിക്കുന്ന വൻ വ്യവസായികളെയും ഭൂമാഫിയെയും കോൺട്രാക്ടർ ഉദ്യോഗസ്ഥ ലോബിയെയും സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം നമ്മുടെ സമരത്തെ തകർക്കുക എന്ന ഒറ്റ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത്. വിയോജിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യത്തിന്റെ കാവൽ. അതുപോലും മാനിക്കാതെയുള്ള ഈ അതിക്രമത്തിനെതിരെ സമാധാനപൂർവ്വം നിസ്സഹകരിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തിൽ എല്ലാവരും സ്വമേധയാ പങ്കുചേരണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഹലോ ഹലോ. മാഷിനൊന്ന് കൊടുക്ക ടീച്ചറെ. രവിയോ? രവി. എന്താടോ? മാഷെ, ഇപ്പൊ കിട്ടിയ വിവരം. എന്താ? പാറമല വില്ലേജ് ഓഫീസിന് തീ പിടിച്ചു. തീ പിടിച്ചോ? പിടിച്ചതാവാൻ വഴിയില്ല, തീയിട്ടതാണെന്ന് തോന്നുന്നേ. എന്തിന്? പ്രതിഷേധ ദിനത്തിന്റെ പേര് പറഞ്ഞ് നമ്മെ കൊടുക്കാനാവും. ഓഹോ. വേറൊരു കാര്യമുണ്ട് മാഷെ. എന്താ? ആ പ്രശ്നമുള്ള ഭൂമിയുടെ മുഴുവൻ രേഖകളും അവിടെ ആയിരുന്നു. എന്നുവെച്ചാ? അതെല്ലാം ചാമ്പലായി. വലിയ ചതിയായല്ലോ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് വെച്ച് ചെയ്തതാവും. ഞാനും സലീമിനെ വിളിക്കട്ടെ. ഞാനിപ്പോ ആശുപത്രിയിൽ നിൽക്കുക. എന്നെ വേണു വിളിച്ച് പറഞ്ഞതാ പാറമലിന്ന്. ഞാനൊന്ന് സുരേന്ദ്രനെ വിളിക്കാം. വെക്കാൻ വരട്ടെ. ഇടയ്ക്കൊരു നല്ല വാർത്ത കൂടെ. എന്താ? ജനവാർത്ത അടിച്ചത് മുഴുവൻ തീർന്നു. ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും ടൗണിലെങ്ങും ഒറ്റ കോപ്പില്ല. നന്നായി. എന്നാ ഒന്നുകൂടെ അടിക്കാൻ പറയട്ടെ മാഷെ. പറഞ്ഞു.
ഹലോ. ആ ഹലോ സുദേവ. സാർ എന്താ നേരത്തെ കിടന്നു? ലേറ്റസ്റ്റ് ന്യൂസ് ഒന്നും അറിയുന്നില്ലേ? എന്തു പറ്റി? ഒരു വെരി സാഡ് ന്യൂസ് ഉണ്ട് സാറേ. എന്താ? പാറമല വില്ലേജ് ഓഫീസ് തീ പിടിച്ചു. ഓഹോ, എങ്ങനെ പറ്റി? അവന്മാരാ പ്രതിഷേധത്തിനക്കാർ പറ്റിച്ചതായിരിക്കും, അല്ലാതാരാ? ഞാൻ വിചാരിച്ചതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്നാ. അതും തള്ളിക്കളയാൻ പറ്റില്ല. അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ആ എന്തായാലും കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഒടുക്കം പോലീസുകാരനും പുത്തിയുണ്ടെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. എന്നാ രാവിലെ കാണാം. 9:30 നന്ദിയ പാലസ്, റൂഫ് ഗാർഡൻ ബി. ഓക്കെ. ഇനി നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. മാഷ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യാഗ്രഹം തന്നെ. സലിം എന്താ ഒന്നും ഇണ്ടാത്തെ? എനിക്കും തോന്നുന്നത് അത് തന്നെയാ. ഇത് തന്നെ പറ്റിയ സമയം. ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. രവി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അങ്ങനെ തന്നെ ആവട്ടെ. നാളെ കമ്മിറ്റി വിളിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടു. എന്താ? സതീശൻ കാണില്ല മാഷേ. അവൻ എന്ത് പറ്റി? പോയി. എവിടേക്ക്? അക്കരയ്ക്ക്. പേപ്പറെല്ലാം ശരിയായി. എന്താ ഇത്ര പെട്ടെന്ന്? ആരോടും പറയാതെ? എന്നെ ഇന്നലെ വിളിച്ചു. ആദ്യം വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ സംസാരിച്ചു, പിന്നെ ആ വിവരം പറഞ്ഞത്. എന്നാലും ഒട്ടും വിചാരിക്കാതെ. നമ്മളെ ഫേസ് ചെയ്യാൻ പറ്റണ്ടേ? പോകുന്നവർ പോട്ടെ. കൈ നിറച്ച് ദർഹവും അക്കരെ മെയ്യനങ്ങാത്തൊരു പണി കിട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ പലർക്കും. എനിക്ക് ഒറ്റ പേടിയുള്ളൂ. എന്താ? അവൻ അവർക്ക് വല്ലതും ചോർത്തി കൊടുക്കുന്നു. താൻ എന്താ ഉദ്ദേശിച്ചേ? അത് തന്നെ മാഷെ, അവനെ കൊണ്ടുപോയത് അവര് തന്നെ. I can't believe it. ബിലീവ് ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ മാഷെ ഇതൊക്കെ നേരത്തെ? നമുക്കത് വിടാം. ഇത്തരക്കാര് കൂടെ നിന്നാല പ്രശ്നം. വീട്ടിലെ പ്രോബ്ലംസ് ആയിരിക്കും. വീട്ടിലെ പ്രശ്നം പോലും. വീട്ടിലാക്കാൻ പ്രോബ്ലംസ് ഇല്ലാത്ത? അത് പോട്ടെ, നമുക്ക് ഒരുപാട് ജോലി കിടക്കുന്നു. അപ്പോ നാളെ കമ്മിറ്റി വിളിക്കുന്നു. ചൊവ്വാഴ്ച സത്യാഗ്രഹം. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാക്ക്. ഡീറ്റെയിൽസ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യാം. ശരി മാഷെ. ആരാ ഈ സമയത്ത്? ഹലോ. ദേവരാജൻ മാഷെ കിട്ടുമോ? ആരാത്? അത് മാഷോട് പറഞ്ഞോളാം. ഒരുപാട് ദൂരെ നിന്നാണ്. അർജന്റായിട്ടൊരു കാര്യം സംസാരിക്കാനാണ്. ഇപ്പൊ വിളിക്കാം. ദേ മാഷേ, എന്തോ അർജന്റായി പറയാനുണ്ടെന്ന്. ആരാന്ന് പറഞ്ഞില്ല. ആരാ? മാഷെ, തീരെ പരിചയമില്ലാത്ത ഒരാള് വളരെ ദൂരെ നിന്ന് വിളിക്കുകയാണ്. ഒരു വെൽവിഷറാണ്. പേരെന്താ? അത് പറയാൻ നിർബന്ധിക്കരുത്. കിട്ടിയൊരു പ്രധാന വിവരം അർജന്റായി കൈമാറാൻ വിളിച്ചതാണ്. വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മകളിലെ ഗൗരിരാജ്. അതെ. അവൾ അപകടത്തിലാണ്. അപകടം? അവൾ ഇത്തിരി മുമ്പ് വിളിച്ചതാണല്ലോ. ആക്സിഡന്റ് ഒന്നുമല്ല, ബട്ട് ഷീ ഈസ് ഇൻ ഗ്രേറ്റ് ട്രബിൾ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആരാ നിങ്ങൾ? ഒരു വെൽവിഷറാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ളത് മാഷ് കേട്ടില്ലല്ലോ. പറയൂ. ഗൗരിരാജ് നിരീക്ഷണത്തിലാണ്. എന്ത് നിരീക്ഷണം? സംശയകരമായ ചില സംഘടനകളുമായി അവൾക്കുള്ള ബന്ധത്തിന്റെ കുറേയേറെ എവിഡൻസ് ബന്ധപ്പെട്ടവരുടെ കയ്യിലെത്തിയിരിക്കുന്നു. എന്ത് ബന്ധം? എന്റെ മകളുടെ എല്ലാ ബന്ധങ്ങളും എനിക്കറിയാം. പറഞ്ഞു തീർന്നില്ല. വേറൊരു കാര്യം, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് അവളുടെ വിഷ്വൽസ് മീഡിയ മുഴുവൻ വന്നല്ലോ. അതിന്റെ വളരെ അപ്പുറമുള്ള മെറ്റീരിയൽ ക്യാമ്പസിന് പുറത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ സംതിങ് റിയലി ഷോക്കിംഗ് ഫോർ എ ഫാദർ ലൈക്ക് യു. എന്താ വിചാരിച്ചേ? വിളിച്ച് തോന്നിയ ദിവസം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ ദേവരാജൻ. വികാരം കൊണ്ടിട്ട് കാര്യമില്ല. വല മുഴുവൻ മുറുകി കഴിഞ്ഞു. വലയോ? എന്തു വല? ലെറ്റ് us come to the point. ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ തന്നെ വിട്ടാൽ നിങ്ങളുടെ മകളുടെ ഭാവി ആസ് എ ഫാദർ യു ക്യാൻ ഈസിലി ഗസ്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. ബി സെൻസിബിൾ ആൻഡ് ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ ഇന്റലിജന്റ്ലി. ചൊവ്വാഴ്ചത്തെ നിരാഹാര സമരം നിങ്ങളൊന്ന് നീട്ടിവെക്കണം. സമരം നീട്ടിവെക്കാനോ? യെസ്, വെറും 6 മാസത്തേക്ക്, അല്ലെങ്കിൽ 4. In the meantime, all the problems will be settled forever. I think you got the point now. തനിക്ക് തെറ്റിപ്പോയി. ഇത് എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ കാര്യമല്ല, ഒരു പൊതു പ്രശ്നമാണ്. ഞാനിതിൽ മാറണമെന്നോ? അത് പറയാൻ താനാരാ? ശാന്തമായി ഒന്ന് ആലോചിക്കുക.
പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുന്നു. എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഒന്ന് കാണട്ടെ. എന്താ മാഷേ എന്താ മോക്ക് പറ്റിയേ? എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. എന്താന്ന് പറ മാഷേ. പ്രതീക്ഷിച്ചത് തന്നെ. ബ്ലാക്ക് മെയിലിംഗ്, സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മളിതെത്ര കണ്ടതാ. അപ്പോ എന്താ മോടെ കാര്യം പറഞ്ഞേ? എല്ലാം പിന്നെ പറയാം. ഹലോ ഹലോ, ഞാൻ രഘു. ആ ഏട്ടനോ? എന്താ നിന്റെ ശബ്ദത്തിൽ ഒരു മന്ത്രി ഭാര്യയുടെ ടോണ്? എനിക്കോ? എന്തായാലും മന്ത്രിയുടെ ഭാര്യയായി പോയില്ലേ. ജയേട്ടൻ സ്ഥലത്തുണ്ടോ? ഇന്നിവിടെ ഉണ്ട്. വന്നത് 10:30 കഴിഞ്ഞാ. ആൾ ഫ്രീ ആയോ? ഫ്രീ ആണെങ്കിൽ മതി, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞു വിളിക്കാം. വേണ്ട, നോക്കട്ടെ. ദാ ഏട്ടനാ. വരുന്നു. ഹലോ. ഹലോ, എത്ര ട്രൈ ചെയ്തിട്ടാ മന്ത്രി ഒന്ന് കിട്ടുന്നേ? ഭയങ്കര ബിസിയാണല്ലേ? ഇപ്പോഴത്തെ മിനിസ്ട്രിയുടെ അവസ്ഥ അറിയാലോ. അല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു വരികയാണല്ലോ. സത്യാഗ്രഹം മറ്റു തുടങ്ങുന്നു കേട്ടു. KR ജാഗ്രത എന്താ പറയണ്ടേ? ഇതിപ്പോ KRGയുടെ മാത്രം കാര്യമല്ലല്ലോ. തനിക്കും എനിക്കും ഒക്കെ ഒരേപോലെ സ്റ്റേക്സ് ഉള്ള സംഭവമല്ലേ. ഇതെല്ലാം നമ്മൾ ഒരുമിച്ചിരുന്നെടുത്ത ഡിസിഷൻസ് ആണല്ലോ. അല്ല, വൈകുന്നേരം എത്ര വെച്ചാന്നറിയോ ലോസ്? ലക്ഷങ്ങൾ നിൽപ്പി ഒഴുകിയ പോണേ. ബിസിനസ്സുകാരനല്ലെങ്കിലും അത്യാവശ്യം കണക്കൊക്കെ എനിക്കും അറിയാം. അതല്ല, ജയേട്ടന് തിരക്കിനിടയ്ക്ക് ഇക്കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടത്ര സമയം കിട്ടാത്തോണ്ട കാര്യങ്ങൾ നീങ്ങാത്തെന്ന് KRGക്ക് ഒരു ധാരണയുണ്ട്. അയാൾക്ക് അറിയില്ലല്ലോ ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡൊന്നും. അറിയണമെങ്കിൽ അയാൾ എന്റെ കസേരയിൽ ഇരിക്കണം. പിന്നെ ഇത് KRGയുടെ മാത്രം ധാരണയാന്ന് പറയണ്ട. എന്റെ പാട് എനിക്കേ അറിയൂ. എന്തൊക്കെ നോക്കണം. ഒരു വശത്ത് ഓപ്പോസിഷൻ കാത്തിരിക്കുക, ഒരു വശത്തൂടെ നമ്മുടെ തന്നെ മറ്റേ ഗ്രൂപ്പ്, മുന്നണിക്ക് അകത്ത് തന്നെയുള്ള പാരകൾ വേറൊരു വശത്ത്, പിന്നെ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ മീഡിയ എന്നും പറഞ്ഞ് വേറെ കുറെ കഥാപാത്രങ്ങൾ. പോളിറ്റിക്സ് ആകുമ്പോ അതെല്ലാം നോക്കണം, സമ്മതിച്ചു. പക്ഷേ എല്ലാറ്റിനും ഒരു ലിമിറ്റില്ലേ? എന്താ പറയുന്നേ? എന്റെ കൈ മാന്ത്രിക വടിയൊന്നും ഇല്ലല്ലോ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു മന്ത്രി വെറും ഒരു പ്രജയോട് സംസാരിക്കുന്ന പോലെ എന്നോടങ്ങ് സംസാരിച്ച് കളയാതെ. കഴിഞ്ഞ ഇലക്ഷന് മാത്രമല്ല, ജയചന്ദ്രൻ മേലിടത്തിന് ഇപ്പോ ഇരിക്കുന്ന ഈ കസേര ഇരുത്താൻ കൂടി ചെലവായതിന്റെ കണക്ക് ഞാൻ പറയണോ? രഘു, ചൂടാവാതെ. എങ്ങനെ ചൂടാവാതിരിക്കും? മന്ത്രിയുടെ പാട് പറഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്ന പണിക്കുണ്ട് അതിന്റേതായ പാട്. താനൊന്ന് അടങ്ങ്. ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരാളുണ്ട് എന്റെ അടുത്ത്, ഇതാ കൊടുക്കാം. ഒരു സർപ്രൈസ് ഇരിക്കട്ടെ. ഹലോ. ഹലോ, KRG. ജയചന്ദ്രൻ, ഹൗ ആർ യു? ഐ ആം ജസ്റ്റ് ഫൈൻ സർ. ഞാനെല്ലാം ലിസൺ ചെയ്യുകയായിരുന്നു. അത് മിസ്റ്റർ ജയചന്ദ്രൻ, തെറ്റിദ്ധരിക്കരുത്. KRG നമ്പ്യാർ എന്ന വ്യക്തി ചോദിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് യുവർ പൊളിറ്റീഷ്യൻസ് ബുൾഷിറ്റ്. ആസ് ദ ചെയർമാൻ ഓഫ് നാദിയ ഗ്രൂപ്പ്, ഐ ആം ആസ്കിംഗ് യു ആണസ്റ്റ്ലി, എന്നത്തേക്ക് ഗ്രൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്തു തരാൻ ഓണറബിൾ മിനിസ്റ്റർക്ക് പറ്റും? Give me a straight answer. Give me 6 months, please. 6 months? No, impossible. It's too long a period. What then? I can give you 4 months. Okay? 4 months? Okay, sir. Okay, 4 months. വാക്ക് മാറില്ലല്ലോ? I hope so. I hope so. Thank you. ഞാൻ രഘുവിന് കൊടുക്കാം. രഘു കിടന്നോ? കിടന്നു എന്നാ തോന്നുന്നേ. എന്നാ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോ നമുക്ക് പിരിയാം. പോയൊന്ന് ചായണ്ടേ? എനിക്ക് വലിയ പ്രശ്നമില്ല. നാളെ സത്യാഗ്രഹ പന്തലിൽ കുത്തിരിക്കാൻ പോവല്ലേ. നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഭക്ഷണം ശരിക്കില്ല, ഉറക്കം കൂടി ഇല്ലെങ്കിൽ വീണു പോകും. അതൊന്നും സാരല്ല മാഷേ, എല്ലാം ഒന്നുകൂടെ നോക്കട്ടെ. സലിമ കടലാസിൽ തന്നെ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. കഴിയുന്നത്ര സ്ഥലത്തെല്ലാം നോട്ടീസ് എത്തിച്ചിട്ടുണ്ട്. വീട് കയറിയുള്ള സ്ക്വാഡ് വർക്ക് 2 റൗണ്ട് കഴിഞ്ഞു. പന്തലൊക്കെ, കട്ടിലൊക്കെ, ബാനർ രാവിലെ കെട്ടാം. പുറത്ത് വെക്കാനുള്ള ബോർഡ് ഹരി കൊണ്ടുവരും. പിന്നെന്താ? ഇതൊക്കെ ധാരാളം. ബാക്കി നാളെ നോക്കാം. അല്ല മാഷേ, ഒരു സംശയം. എന്താ? സത്യാഗ്രഹം കൃത്യം എപ്പോഴാണ് മാഷേ തുടങ്ങുന്നത്? ഇതിനെന്തിനാണ് ഒരു കൃത്യസമയം? എല്ലാവരും എത്തിയ സംസാരമൊക്കെ കഴിഞ്ഞാൽ അങ്ങ് തുടങ്ങാം.
അല്ല, ഏത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പേ രാഹുകാലം കൂടെ നോക്കണ്ടേ? അതിന് നമ്മൾ വികസന ഫോറംകാരല്ലോ. എങ്കിൽ പിന്നെ പുന്നക്കാട് അമ്പലത്തിൽ ഒരു വഴിപാട് കൂടി കഴിക്കായിരുന്നു. ഫിറ്റടിക്കാൻ കണ്ടു. മതി മതി, എന്നാ ഇനി വൈകണ്ട. എന്നാ കേറിക്കോ മാഷെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ശരി. സലിമേ, ഒരു സെക്കൻഡ്, ഒരു കാര്യം മറന്നു. എന്താ കേട്ടാ? അല്ലെങ്കിൽ വേണ്ട, നാളെ പറയാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ. ഓ, ഈ സാറെന്താ മൂടി പുതച്ച് കിടക്കുമായിരുന്നു? ഹാങ് ഓവർ മാറിയില്ലേ? എന്താ വെളുപ്പിനെ? ആ ടോട്ടൽ വിഷയം ഒന്ന് വെച്ചേ. എന്താ സംഭവം? ഒന്ന് വെച്ച് നോക്ക് സാറേ. ഒരു സാധനം സ്ക്രോൾ ചെയ്ത് പോണുണ്ട്. ഇന്നല്ലേ അവന്മാരുടെ മറ്റേ സത്യാഗ്രഹം തുടങ്ങുന്നത്. നോക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ. ഓ, കണ്ണ് തിരുമ്പൊന്ന് നോക്കിയിട്ട് കാണുന്ന ഉറക്കെ വായിച്ചേ. എങ്ങനെയുണ്ട്? തീർന്നു സാറേ അവന്മാരുടെ കളി. എന്ത് പറ്റ് സാറേ. പാമ്പിനെ തല്ലുമ്പോ തലയ്ക്ക് തന്നെ വേണ്ടേടോ. പേടിക്കണ്ട സാറേ, എല്ലാ ഗ്യാപ്പും അടച്ചിട്ടുണ്ട്. പോയേ. ആരാ ഇനി മാലയിട്ട് പന്തലി കുത്തിയിരിക്കാൻ പോണെന്ന് നമുക്കൊന്ന് കാണാം. ആരോടാ അവന്മാരുടെ കളി? അർജന്റായി ഒന്നിരിക്കണല്ലോടോ. എപ്പോഴാ കാണുന്നത്? ഷാർപ്പ് 9:30. നോനോ, 8:30. ഓക്കെ സാറേ, 8:30. നന്ദിയ പാലസ് 202. ഓക്കെ സാറേ. ഓക്കെ. ജയന്റെ 3-4 മിസ് കോൾ കിടക്കുന്നു. ഒന്ന് നോക്കട്ടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീണ്ടാറ്റിങ്കര സംരക്ഷണ സമിതി കൺവീനറും പൊതുപ്രവർത്തകനുമായ ആർ രവിശങ്കർ ഇന്നലെ രാത്രി പാറമലയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞു. രവിശങ്കർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പാറമല ഹൈസ്കൂളിന് സമീപം വെച്ച് അജ്ഞാത വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒപ്പം യാത്ര ചെയ്തിരുന്ന നീണ്ടാറ്റിങ്കര സംരക്ഷണ സമിതി പ്രസിഡന്റും ജനവാർത്താ മാസികയുടെ പത്രാധിപരുമായ പുന്നക്കാട് KP ദേവരാജനെ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 12നും 1 മണിക്കും ഇടയ്ക്കാണ് സംഭവം നടന്നതെന്ന് കരുതപ്പെടുന്നു. ഇവിടെ ഈ വേദിയിൽ സത്യാഗ്രഹ സമരത്തിന് പിന്തുണ ആശംസിച്ചുകൊണ്ട് സംസാരിച്ച എല്ലാവർക്കും സമരസമിതിയുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്പം വൈകിയാണെങ്കിലും നമ്മുടെ സത്യാഗ്രഹ സമരത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ വേദിയിൽ നമ്മുടെ ഒപ്പം മുൻനിരയിലുണ്ടാകേണ്ടിയിരുന്ന 2 പേർ ഇപ്പോൾ ഇവിടെയില്ല. അല്ല, ഇത് ദുഃഖിക്കാൻ വേണ്ടിയുള്ള സമയമല്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുഹൃത്തും നീണ്ടാറ്റിൻകര സംരക്ഷണ സമിതിയുടെ ഊർജ്ജസ്വലനായ കൺവീനറുമായ രവിശങ്കറിന്റെ അപ്രതീക്ഷിതമായ അകാല വേർപാട് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് നമ്മൾ ആരും മുക്തരായിട്ടില്ല. ആശുപത്രിയിലുള്ള സമരസമിതി പ്രസിഡന്റ് നമ്മുടെ ആരാധ്യനായ ദേവരായൻ മാഷ് അപകടനില തരണം ചെയ്തതായാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എനിക്കറിയാം, ഇപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് ഒരേ വികാരങ്ങളാണ്, ഒരേ വിചാരങ്ങളാണ്. ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. നമ്മളെ തളർത്താനും തകർക്കാനും ഏതു മാർഗവും പ്രയോഗിക്കാൻ മടിക്കാത്തവരാണ് നമ്മുടെ ശത്രുക്കൾ. പക്ഷേ ഒരു ശക്തിയെയും നമ്മൾ അതിന് അനുവദിക്കരുത്. ഈ ദുഃഖവേളയിൽ ഇന്നത്തെ സത്യാഗ്രഹ പരിപാടി മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് സമിതി ആലോചിച്ചതാണ്. പക്ഷേ ഈ സമരസമിതി കെട്ടിപ്പടുക്കാനും ഈ പ്രശ്നം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാനും വിശ്രമമില്ലാതെ അധ്വാനിച്ച നമ്മുടെ വേർപിരിഞ്ഞ സുഹൃത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ആദരാഞ്ജലി ഈ സമരം തുടരുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഇന്നിവിടെ സത്യാഗ്രഹം തുടങ്ങേണ്ടിയിരുന്നത് സമിതി പ്രസിഡന്റ് ദേവരായൻ മാഷായിരുന്നു. മാഷിന്റെ സാന്നിധ്യത്തിൽ ആ ചുമതലയേൽക്കുന്നത് മാഷിനെ പോലെ തന്നെ നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ആ സത്യാഗ്രഹി നമ്മളോട് 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും അഭിവാദനങ്ങൾ. കടുത്ത പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്ന ഘട്ടം.
വ്യക്തികൾക്ക് മാത്രമല്ല, സംഘങ്ങൾക്കുമുണ്ടാകാം. അടക്കിവച്ച ദുഃഖത്തിനും വേദനയ്ക്കുമൊപ്പം അമർഷവും പ്രതിഷേധവും ഏറിപ്പോകുന്ന ഈ സമരഭൂമിയിലെ വേദിയിൽ നിന്നുകൊണ്ട് ഈ വൈകുന്നേരം എനിക്കധികമൊന്നും പറയാനില്ല. നിവൃത്തികേടുകൊണ്ട് മാത്രമാണ് നമ്മൾ നീണ്ടാറ്റിങ്കര നിവാസികൾ ഈ സത്യാഗ്രഹ സമര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക പദ്ധതിക്ക് അനുകൂലമായോ മറ്റൊരു പ്രത്യേക പദ്ധതിക്ക് എതിരായോ ഉള്ള ഒരു സമരമായി പലരും ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഏത് പദ്ധതിയായാലും ശരി, അത് ആർക്കു വേണ്ടി എന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. സമൂഹത്തിന് മൊത്തത്തിൽ അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ പൊതുവായി നീതിപൂർവ്വം പങ്കിട്ട് കിട്ടുക എന്നത് മനുഷ്യന്റെ തന്നെ ലളിതവും അടിസ്ഥാനപരമായ ജീവിതാവകാശമാണ്. അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇന്നിവിടെ തുടങ്ങുന്ന ഈ സത്യാഗ്രഹം. സമ്പത്ത് കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും സാമൂഹ്യ പദവി കൊണ്ടും എന്തും വിലയ്ക്ക് വാങ്ങാനും എന്തും സൃഷ്ടിക്കാനും എന്തും നിലനിർത്താനും എന്തും ഇല്ലാതാക്കാനും കഴിവുള്ള ശക്തികൾ ഒരു ഭാഗത്തും, നിലനിൽപ്പിനായി സ്വയം ചെറുത്തു നിൽക്കുന്ന സാധാരണക്കാർ മറുഭാഗത്തും മുന്നിനിരക്കുന്ന ഒരു യുദ്ധമാണിത്. കുടിക്കാനുള്ള വെള്ളത്തിനും പണി ചെയ്യാനുള്ള ഭൂമിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമല്ല. പക്ഷേ ഇതിൽ നിന്ന് പിന്മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആദ്യത്തെ ഉത്തരം ഇല്ല എന്നാണ്. രണ്ടാമതായി ചോദിച്ചാലും ഉത്തരം ഇല്ല എന്നാണ്. ഇനിയും സംശയം ബാക്കിയുള്ള ആരെങ്കിലും മൂന്നാമതും ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമുണ്ട്. അതും ഇല്ല എന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്നേഹപൂർവ്വം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമായ ഈ മാല ഞാൻ ഏറ്റുവാങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാനിത് ഈ സ്നേഹമാല്യം എന്റെ കഴുത്തിൽ അണിയുകയാണ്. നമ്മുടെ വഴിയിൽ ഒരുപാട് കണ്ണീര് വീണു കഴിഞ്ഞു, ഒരുപാട് വിയർപ്പ് വീണു കഴിഞ്ഞു, കുറെയൊക്കെ രക്തവും വീണു കഴിഞ്ഞു. ഇതിലെ കടന്നുപോയവരെ മാത്രമല്ല, ഇനി ഇതുവഴി കടന്നു വരാൻ പോകുന്നവരെയും മനസ്സിൽ കരുതിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യുദ്ധം ഇവിടെ തുടങ്ങാം. ഇതുവരെ കേട്ടത് യുദ്ധം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ദേവരാജൻ മാഷ്, ഗോപാലകൃഷ്ണൻ സാരംഗ്, ലത ടീച്ചർ, എം തങ്കമണി, ഗൗരി, ശ്രീചിത്തിര ആർ നായർ, സലിം, ശ്രീമൂലനഗരം പൊന്നൻ, ജയചന്ദ്രൻ, ഹരീഷ് ബി, രവിശങ്കർ, മെജോർ പായ്, ഹരി, വിവിധീഷ് ആനന്ദ് പി, രഘു, രഞ്ജിത്ത് മങ്കുഴി, സുദേവൻ, ഡേവിസ് പി മറോക്കി, ആന്റണി ജോർജ്, വി കെ രമേശൻ, വാർത്താവതാരക പ്രീത പിയൂസ്, ചാനൽ റിപ്പോർട്ടർ നിഷ സി മേനോൻ, അധ്യക്ഷൻ മന്ത്രിയുടെ PA പി യു വിശ്വനാഥൻ, രേണു, ശ്രീജ ശശിധരൻ, KRG, പ്രേംപ്രകാശ് ലൂയിസ്, ഫോൺ ചെയ്യുന്ന അജ്ഞാതൻ, രാജേഷ് വിശ്വംഭരൻ, സംഗീതം PD തോമസ്, സംവിധാന സഹായം ഉമാ ബാലൻ, രചന സംവിധാനം TK മനോജൻ, അവതരണം ആകാശവാണി തൃശൂർ നിലയം.